60 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അള്ളാഹു മക്കൾക്ക് നാഫിയായ ഇൽമ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതിഫലം എന്തെന്നറിയും? നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ മുന്നിൽ ഒരു മത്സരം നടക്കുകയാണ്. 3 ആൾക്കാരാണ് നാളെ സ്വർഗത്തിന്റെ മുന്നിൽ മത്സരിക്കുന്നത്. ആദ്യം എനിക്ക് കയറണം, എനിക്ക് കയറണം, എനിക്ക് കയറണം. ആരൊക്കെയാ? 1 ഷഹീദ്, 2 ആലിം, 3 ഹജ്ജ് ചെയ്ത ഹാജി. 3 പേർക്ക് സ്വർഗമുണ്ടല്ലോ. അപ്പൊ ആദ്യം എനിക്ക് കയറണം, എനിക്ക് കയറണം എന്ന് പറഞ്ഞിട്ട് മത്സരിക്കുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹീദായ മനുഷ്യനോട് ചോദിക്കും, നീ നിന്റെ ജീവിതം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചിലവഴിച്ചവനാ, വലിയ മഹത്വം ഷഹീദിന്. അള്ളാഹു ഷഹീദായി മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിലേക്ക് ആദ്യം കയറാൻ ഞാനാ കാരണം, എന്റെ ജീവിതം ഞാൻ നിനക്ക് വേണ്ടി മാറ്റിവെച്ചു പഠിച്ചവനെ. അങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ ഈ ശുഹദായ മനുഷ്യൻ ഇങ്ങനെ പറയുമ്പോ അള്ളാഹു ചോദിക്കും, നീ ചെയ്തതൊക്കെ ശരിയാ, നിനക്ക് വലിയ പ്രതിഫലമുണ്ട്. പക്ഷേ ഈ പ്രതിഫലമൊക്കെ നിനക്ക് പറഞ്ഞു തന്നതാരാ? ഷഹീദായാൽ ആ ഷഹീദായ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു തന്ന ആരാ? അത് ഉസ്താദല്ലേ പറഞ്ഞു തന്നെ? ഉസ്താദല്ലേ പറഞ്ഞു തന്നെ? അപ്പൊ നിന്നെക്കാലും മുമ്പേ സ്വർഗത്തിൽ കയറേണ്ടത് ഉസ്താദല്ലേ? ആ മനുഷ്യൻ പറയും, അതേ പടച്ചവനെ, മാറുന്നില്ലേ. രണ്ടാമത് ഹജ്ജിന് പോയ ഹാജി, ഹജ്ജിന് പോയ ഹാജി, ആ മനുഷ്യൻ പറയുന്ന ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന. നിനക്ക് തന്ന സമ്പത്ത് ചെലവഴിച്ച് ഞാൻ ഹജ്ജ് ചെയ്തവനാ അല്ലാ, നിനക്ക് സ്വർഗമുണ്ടല്ലോ അല്ലാ, ഞാനല്ലേ പോണ്ട പടച്ചവനെ. എല്ലാം ശരി തന്നെ, നീ എന്റെ അതിഥിയായി വന്നവനാ, നിനക്ക് പ്രതിഫലമുണ്ട്, സ്വർഗമുണ്ട്, എല്ലാം ഉണ്ട്. നിനക്കിത് പറഞ്ഞു തന്നതാരാ? ഹജ്ജ് ചെയ്താൽ പ്രതിഫലം കിട്ടുമെന്നും ഹജ്ജിന്റെ അമലുകൾ പഠിപ്പിച്ചു തന്നത് ആരാ നിനക്ക്? അതൊരു ഉസ്താദാ പഠിപ്പിച്ചു തന്നത്. അപ്പൊ ഉസ്താദല്ലേ ആദ്യം പോകേണ്ടത്? അതെ അല്ല, മാറുന്നില്ലേ? അപ്പൊ ഉസ്താദ് വിചാരിക്കും, അപ്പൊ ഞാനല്ലേ ആദ്യം കയറണ്ടേ? ആദ്യം കയറേണ്ടത് ഞാനല്ലേ? അള്ളാഹു ആലിമിനോട് ചോദിക്കും, നിനക്ക് വലിയ മഹത്വമുണ്ട്, നീ വലിയ സ്ഥാനമുള്ളവനാ, നിനക്ക് വലിയ പ്രതിഫലമുണ്ട്, ഇൽമു തന്നവനാ ഞാൻ, അൽഹംദുലില്ലാഹ്, എന്തുകൊണ്ടും നീ സ്വർഗത്തിലേക്ക് കടക്കാൻ യോഗ്യനാ. അപ്പൊ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ പഠിക്കുന്ന കാലത്ത് നിനക്ക് ഭക്ഷണം തന്നതാരാ? നിനക്ക് കിടക്കാനുള്ള സൗകര്യം ചെയ്തു തന്നാരാ? അത് പാവങ്ങളാ അല്ല, നാട്ടുകാരാ അല്ല. ഈ നാട്ടുകാരാ അല്ല എനിക്ക് ഖുർആൻ പഠിക്കുമ്പോ ഭക്ഷണം തന്നത്, താമസിക്കാൻ സൗകര്യം തന്നത്, സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച ഒരുപാട് പേരുണ്ട് പടച്ചവനെ. അപ്പൊ അള്ളാഹു ചോദിക്കും, അവരല്ലേടാ ആദ്യം കിടക്കേണ്ടത്? ഈ 60 മക്കളെ സ്നേഹിക്കുന്നവരെ, ഈ 60 മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ, ഈ 60 മക്കളെ ആദരിക്കുന്നവരെ, ഇവരെക്കാളും മുമ്പേ സ്വർഗത്തിൽ കിടക്കാൻ നിനക്ക് അവസരം